മലപ്പുറം തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ഒന്ന് ഡോക്ടറെ കാണണമെങ്കിൽ അത്ര പെട്ടെന്ന് നടന്നു പോകില്ല. കടമ്പകൾ ഒരുപാടുണ്ട്. OP ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ മണിക്കൂറുകളോളം വരി നിൽക്കണം. വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തീരദേശ മേഖലയിലുള്ള പാവപ്പെട്ട രോഗികൾ ധാരാളമായി വരുന്നത് ഈ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ്. ആയിരക്കണക്കിന് രോഗികൾ ദിനം പ്രതി എത്തുന്നു. മീറ്ററുകളോളം നീളുന്ന വരി. OP ടിക്കറ്റ് ലഭിക്കാൻ രോഗികൾ വലയുന്നു. കഴിഞ്ഞ ദിവസം ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ആകെ നൽകിയത് 40 OP ടിക്കറ്റുകൾ മാത്രം. തിരൂർ ജില്ലാ ആശുപത്രിക്കകത്ത് ദിനം പ്രതി ആയിരക്കണക്കിന് രോഗികളാണ്. വൃദ്ധരും കുട്ടികളും ഗർഭിണികളും അടക്കം 19 വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരുടെ സേവനം കിട്ടാൻ വേണ്ടി രാവിലെ 6 മണിക്ക് തന്നെ തിരൂരിൽ OP ടിക്കറ്റിന് വേണ്ടി നീണ്ട നിരയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്യുഷ്ണാണ്. മണിക്കൂറുകൾ 3 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് വേണം OP ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലേക്ക് സാധാരണക്കാരായ ഈ നിർധനരായ രോഗികൾക്ക് ആ കൗണ്ടറിൻ്റെ മുന്നിലെത്താൻ. ഈ കൗണ്ടറിൻ്റെ മുന്നിൽ യാതൊരു തരത്തിലുള്ള ക്രമീകരണം ഉണ്ടാക്കാൻ നിലവിലെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കോ സാധിക്കുന്നില്ല. നീണ്ട വരി കാരണം രോഗികളുമായി ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വരാനും പോകാനും പ്രയാസം നേരിടുന്നു. കാത്തിരിക്കാൻ കഴിയാനാവാതെ രോഗികൾ OP ടിക്കറ്റ് ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥ. ഡെങ്കിപ്പനി അടക്കം ജില്ലയിൽ പടർന്നു പിടിക്കുമ്പോഴാണ് തിരൂർ ജില്ലാ ആശുപത്രിയോട് ഈ അവഗണന. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നത് അനീതിയാണ്. ഇതിൽ നടപടിയെടുക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. അസുഖങ്ങളുമായി വരുന്നവർ മണിക്കൂറുകളോളം വെയിലത്ത് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. വലിയ കഷ്ടമാണെന്നാണ് പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. കാണാം ജനങ്ങളുടെ പ്രത്യക്ഷമായ പ്രതികരണങ്ങൾ. OP ടിക്കറ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ രോഗികൾ പരിശോധന വേണ്ടി ക്യൂ നിൽക്കുന്നിടത്തും വലിയ രീതിയിലുള്ള നീണ്ട ക്യൂ ആണ് കാണുന്നത്. അതിൻ്റെ പ്രയാസങ്ങൾ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടും അതിന് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല. രാവിലെ 7 മണിക്ക് വന്ന രോഗികൾ 11ഉം 12ഉം മണി വരെ നിൽക്കേണ്ട ഒരു ദുരാവസ്ഥയിലാണ് നിൽക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ കൊണ്ടും പനിയും മറ്റ് രോഗങ്ങൾ കൊണ്ടും വരുന്ന ആളുകൾ ഈ തരത്തിൽ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് പോലും ജില്ലാ ഭരണകൂടം ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് എടുത്തു പോകേണ്ടതിനെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തുന്നില്ല എന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നു. ഒരേ സമയം ഇവിടെ ഒരു ഡോക്ടറേ ഉള്ളൂ, കശാലിറ്റിയിൽ ഒരു ഡോക്ടറേ ഉള്ളൂ. ഒരുപാട് കാലത്തെ ജനങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഒരു 2-3 ഡോക്ടറെങ്കിലും എമർജൻസിയിൽ വേണം എന്നുള്ളത്. ഒരു ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഒരേ കേസുകൾ ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ട് ബോധമില്ലാതെ ചിലപ്പോൾ ആളുകൾ എടുത്ത് കുഴഞ്ഞു വീണിട്ട്, ഇപ്പോൾ കുഴഞ്ഞു വീണ് മരണങ്ങൾ കൂടുതലാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ബെഡിൽ കൊണ്ടുവരുന്നുണ്ടാവും. അതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് 2-3 കേസുകൾ വന്നിട്ടുണ്ടാവും. ഇത് ഒരു നാണിന്മേൽ കളി പോലെ ഒരു ഡോക്ടർ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു വരുമ്പോഴത്തിന് ഈ ബോധം കെടുക്കുന്ന ആൾക്ക് ജീവൻ പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ജനങ്ങളുടെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ നാട്ടുകാർ പറയുന്നത്. അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. വസന്തകുമാരി പറയുന്നു, SK ഫ്ലവേഴ്സിൽ ഇപ്പോൾ കമ്പിളി പതപ്പ് മെഗാ ഇവൻറ്റ് പോവുകയാണ്. ഇപ്പോൾ 6 മണിക്ക് ആരംഭിച്ചു മെഗാ ഇവൻറ്റ് അവിടെ സംപ്രേഷണം തുടരുകയാണ്. മുകേഷാണ് കമ്പിളി പതപ്പുമായി എത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം. അജിരാജ് ചോദിക്കുന്നു, 24 അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ നമ്മൾ തമ്മിൽ പരിപാടി ആരംഭിച്ചാലോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരൊരു സംവാദം വീണ്ടും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഞാനും ആലോചിക്കാതിരുന്നില്ല. പക്ഷേ അതിനൊരു പറ്റിയ സാഹചര്യവും സന്ദർഭവും വരുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ആലോചിക്കാം. കാരണം ഒരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു സംവാദത്തിലേക്ക് കടക്കുന്നത് നല്ലതാണെന്ന് തോന്നുമെങ്കിലും ഒരു മനസ്സിൽ അങ്ങനെ തോന്നും, മറ്റു മനസ്സിൽ സംവാദത്തിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെട്ടൊരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന സംശയം എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട്. അതാണ് ഞാൻ അതിനകത്തൊരു മെല്ലെപ്പോക്ക് നയം അവലംബിക്കുന്നത്. എന്നാലും ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുന്നതന്നെ വിശ്വസിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.